എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചാലിയാർ തെരുവിലാണ്. ചാലിയാർ ഗോത്ര തെരുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ചാനലിൽ കൂടുതലും യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഞാൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ബാലരാമപുരം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒരു ആഗ്രഹമാണ്, ഇവിടെയാണ് ഒറിജിനൽ ബാലരാമപുരം കൈത്തറി ഉണ്ടാകുന്നത്. എൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിക്കുന്ന ഒരുപാട് വീവേഴ്സ് ഉണ്ട്. എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സിൽ കൂടെയാണ് അതവർ മാനുഫാക്ചർ ചെയ്യുന്നത്, അത് ചെയ്യുന്ന നെയ്ത്തുകാരുടെ ജീവിതവും അതെല്ലാമാണ് നമ്മൾ ഒന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കൈത്തറിയുടെ സ്വന്തം നാടായ ബാലരാമപുരത്തേക്ക് സ്വാഗതം. അവാർഡ് വിന്നറാണ്. ശരിക്കും സ്വർണത്തിൽ ഇങ്ങനെ തൊടുന്ന പോലെ രണ്ട് സൈഡും ഉപയോഗിക്കാൻ പറ്റും. അതാണ് ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകത. യഥാർത്ഥ കൈത്തറിക്കാരെ സംരക്ഷിക്കുകയാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. ബാലരാമപുരം കൈത്തറിയോടൊപ്പം ബാലരാമപുരം ഗ്രാമം വികസിക്കണം. അതാണ്. ഹലോ, നമ്മളിപ്പോൾ ബാലരാമപുരം ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണേ. മലയാളികൾക്ക് ഓണമാണെങ്കിലും അല്ലെങ്കിലും കൈത്തറി വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് അല്ലേ. പക്ഷേ നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയിരുന്നാലും നോർമലി ഒരു 85% നമുക്ക് കിട്ടുന്നത് പവർലൂം ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പം ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു, എവിടെ നിന്ന് നമുക്ക് 100% ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ്ലൂം ബാലരാമപുരം കൈത്തറി കിട്ടുമെന്ന്. ബാലരാമപുരം നെയ്യാറ്റിങ്കര റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ബോർഡ് കാണാം. സാധാരണക്കാരായ നെയ്ത്തുകാരിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ കൈത്തറി ഉൽപാദനം നേരിട്ടറിയാമെന്ന് തുടങ്ങുന്ന ഈ ഒരു ബോർഡ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് ഇവിടെ ബോർഡായിട്ട് പിക്ചേഴ്സായിട്ട് വളരെ കാച്ചി ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരിടത്തും ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു വെൽക്കമിങ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് കേട്ടോ ഇവരിവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഷോറൂമിന്റെ ഉള്ളിൽ കയറുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ പ്രോഡക്ട്സും വളരെ സെപ്പറേറ്റ് ആയിട്ട് ബോക്സുകളിലായിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഓരോ ഉൽപ്പന്നങ്ങൾക്കും അവർ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് പരിചയപ്പെട്ടാലോ. ഒരു മുണ്ടും നേരിയതുമാണ്. ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ഒരു 2 ദിവസം എടുക്കും ഇത് നെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ഒരിടത്ത് ഇട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് വേറെ വീടുകളിൽ ഇട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിടത്ത് മാത്രമേ മുണ്ടും നേരിയതും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാൾ ഇത് നേരിയത് ചെയ്യുകയാണെങ്കിൽ ഒരാൾ മുണ്ട് ചെയ്യണം. വിത്ത് ബ്ലൗസ് ആയിട്ട് വരും. പിന്നെ കളർ നമ്മൾ ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഇത് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഒക്കെ കല്യാണ മുണ്ടാണ്, ചെക്കൻ്റെ മുണ്ടാണ്. സെയിം ഈ വൈറ്റ് ക്ലോത്ത് ആണ്, അത് ഡൈൻ ചെയ്തിട്ട് ഈ ബ്ലാക്ക് ആക്കി മാറ്റിക്കുന്നതാണ്. ക്വാളിറ്റി എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ശരിയാ, മെറ്റീരിയൽ നല്ല സോഫ്റ്റ്. മുണ്ടൊക്കെ നെയ്യാൻ എത്ര ദിവസം എടുക്കും? മുണ്ട് ഒരു ദിവസം കൊണ്ട് ചെയ്യാം. 8 മണിക്കൂർ കൊണ്ട് ഒരു മുണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കല്യാണ മുണ്ടാണ്. ഇത് 900 ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതില്. ഇത് സിൽവറും ഗോൾഡും കൂടി ഒരുമിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഊട പോകുന്നത് സിൽവറും ഗോൾഡും കൂടി മിക്സിംഗ് ആണ്. ഈ ഗോൾഡും സിൽവറും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് താര് ചുറ്റിയിട്ട് അതാണ് ഊടയായിട്ട് പോകുന്നത്. അതാണ് ഈ കളറായിട്ട് മാറുന്നത്, സ്റ്റാൻഡേർഡ് കളറായിട്ട് മാറുന്നത്. ഈ വെള്ളയായിരിക്കും, അതില് ഈ കസവ് ഊടയടിച്ച് പോകുന്നത്. നല്ല ഷൈനിങ്. വീവേഴ്സിന് നമ്മൾ മാക്സിമം പോയാലും ഒരാഴ്ച കൊണ്ട് അവർക്ക് അത് പ്രൊഡക്ഷന്റെ കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ സാധനത്തിനാണ് നെയ്യുന്നത്, അതിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പോയിട്ട് അത് അവർ നമ്മുടെ ഷെയർ ഹോൾഡറും കൂടിയാണല്ലോ. അപ്പൊ നമ്മുടെ ഇതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതവും കൂടി അവർക്ക് എത്തുന്നുണ്ട്. 80-90 വയസ്സുള്ളവർ ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ തൊഴിലേ അറിയത്തുള്ളൂ, അതുകൊണ്ട് അവർ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്.
ഈ കാണുന്ന പൊന്നാടയാണെങ്കിലും ഇവിടുത്തെ കളേർഡ് ആയിട്ടുള്ള സാരികളാണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നമ്മുടെ തറികളില് നെയ്ത്തുകാര് നെയ്തെടുക്കുന്നതാണ്, ചെയ്യുന്നതാണ് ഈ ഡിസൈൻസ് എല്ലാം. ഇതിന് അകവും പുറവും ഒക്കെ ഒരുപോലെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അകവും പുറവും ഒക്കെ ഒരുപോലെയാണ്. ഇത് കൈകൊണ്ട് ചെയ്യുന്നതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബാലരാമപുരം കൈത്തറി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ഷട്ടിൽ കൈയിട്ട് അടിച്ച് ചെയ്യുന്നതല്ല. ഓടം നമ്മൾ ഒരു സൈഡിൽ എറിഞ്ഞിട്ട് ആ കൈ കൊണ്ട് പിടിക്കും, കൈ കൊണ്ടാണ് പിടിക്കുന്നത്. മറ്റേത് ഇതാണ്, ഇത് കൈ കൊണ്ട് എറിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ആ ഓടം ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിക്കും. ആ ഓടം വീണ്ടും ആ കൈ കൊണ്ട് ആ ഓടം എറിയുന്നു, ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിക്കുന്നു. അങ്ങനെയാണ്. ഇത് ജക്കാർഡ് എന്ന് പറയും. കാരണം ഇത് തറിയിലെ മുകളിൽ ജക്കാർഡ് ഡിസൈൻ, നമുക്ക് ഏത് ഡിസൈനാണ് ഇതിൽ വേണ്ടതെന്നുള്ളതിനനുസരിച്ചുള്ള അച്ചിൽ കൂടെ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റ് ആ സെൻറ്ററിൽ വന്നോളും. ഗ്യാപ്പ് അനുസരിച്ച് അത് വന്നോളും. അതനുസരിച്ച് നമുക്ക് മെതിയടിയുണ്ട്. സാധാരണ നോർമലി ഒരു തറിയിൽ 2 മെതിയടിയാണുള്ളത്. ജക്കാർഡൊക്കെ വരുമ്പോഴത്തേക്ക് അത് 4ഉം ഡിസൈൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. 4ഓ 6ഓ അങ്ങനെയൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ആ ഡിസൈൻ വരുന്ന സമയത്ത് ഈ മിതിയടി മാറ്റി ചവിട്ടി കൊടുക്കണം. ആ ചവിട്ടുമ്പോഴാണ് ഈ നമ്മൾ വച്ചിട്ടുള്ള അച്ച് കറക്റ്റ് അതിൽ വരുന്നത്. അങ്ങനെയാണ് ജക്കാർഡ് ഡിസൈൻ ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റി ഡിസൈൻസിലുള്ള മുണ്ടുകളും അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ കൊടുത്താൽ അതനുസരിച്ച് അവർ ചെയ്തും തരും കേട്ടോ. ഇനി ഈ നെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അതിനും ഉണ്ട് ഒരു വഴി. ഇത് നമ്മളെ സമർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീം പ്രകാരമുള്ളതാണ്. 45 ദിവസമാണ് അവരുടെ ട്രെയിനിങ് പീരീഡ്. 300 രൂപ വെച്ചാണ് ഡെയിലി സ്റ്റൈപ്പൻഡ്. അത് ട്രെയിനിങ് പൂർത്തിയാക്കിയാൽ മാത്രമേ അതിന് പഞ്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് അറ്റൻഡൻസ് കൊണ്ട് അതൊക്കെ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ സ്റ്റൈപ്പൻഡ് കൊടുക്കത്തുള്ളൂ. ഒരുമിച്ച് ക്യാഷ് അക്കൗണ്ടിൽ വരും. പിന്നെ അവർക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പരീക്ഷയുണ്ട്. അത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇവർ ട്രെയിനിങ് പൂർത്തിയായി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ ഒന്ന് കഴിഞ്ഞു. അടുത്തിനി നമ്മൾ ഇതാണ് ഇവിടുത്തെ ട്രെയിനിങ് സെന്റർ. ഇവരുടെ ഷോറൂമിന്റെ തൊട്ട് മുകളിലത്തെ നിലയിൽ തന്നെ കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ബിജു. ഞാൻ ഈ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനാണ്. നമ്മൾ ഈ കമ്പനി രൂപീകരിച്ചത് ഇവിടുത്തെ തകർന്നു കിടക്കുന്ന ഈ കൈത്തറി മേഖലയെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 3 വർഷം ആയി ഈ കമ്പനി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥ കൈത്തറിക്കാരെ സംരക്ഷിക്കുകയാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. അതായത് കൈത്തറിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഷോറൂം വഴി ഇടനിലക്കാരില്ലാത്ത ബിസിനസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈത്തറിക്കാരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അത് വീവേഴ്സ് കാർഡ് ഉള്ളവർക്കാണ് ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടുന്നത്. നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം പേർക്കും വീവേഴ്സ് കാർഡില്ല. ഏകദേശം ബാലരാമപുരത്തും ഒരു 25 കിലോമീറ്റർ ചുറ്റളവിനകത്ത് ഒരു 10-20,000-ൽ കൂടുതൽ നെയ്ത്തുകാരുണ്ടായിരുന്നു നെയ്ത്തുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ. പക്ഷേ ഇപ്പോൾ അത്രയും ഇല്ല. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് നമ്മൾ വീവേഴ്സ് കാർഡിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങി അത് കൊടുക്കുക. നമുക്ക് ടെക്സ്റ്റൈൽ മിനിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഈ നമ്മുടെ ഷോറൂമിൽ വന്നിരുന്നു. അപ്പോൾ നെയ്ത്തുകാരെ വീടുകളിലൊക്കെ പോയി ആ ബുദ്ധിമുട്ട് നേരിട്ട് കണ്ടു. അതിന് പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ ബാലരാമപുരത്ത് വന്നിരുന്നാലേ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാലരാമപുരം കൈത്തറിയോടൊപ്പം ബാലരാമപുരം ഗ്രാമം വികസിക്കണം. അതാണ് യഥാർത്ഥ കൈത്തറി വസ്ത്രങ്ങളുടെ പാവുണക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ചേർക്കേണ്ടത് പച്ചരിയുടെ പശ, മരിച്ചിനി പശ, ഇത്രയും ചേർത്താണ് നമ്മൾ പാവുണക്കുന്നത്. അതിൽ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. അതാണ് യഥാർത്ഥ കൈത്തറി. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവിധ തരം പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ നെയ്യുന്ന ഷർട്ടിന്റെ തുണിയാണ് ഇത്. ശരിക്കും നമ്മൾ ലിനന്റെ ഷർട്ട് ഇടുന്നില്ല, അതേ എഫക്റ്റ് ഉണ്ടാവും. അതേ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% പരുത്തി നൂലിൽ നെയ്തെടുത്ത ഷർട്ടിന്റെ മെറ്റീരിയൽസും ബെഡ്ഷീറ്റുകളും കൂടാതെ നല്ല ഒന്നാന്തരം ടവൽസും അവൈലബിൾ ആണ്. നല്ലോണം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ടൈപ്പാണ് ഇത്. ബാലരാമപുരത്ത് നെയ്യുന്ന ടവലിന് വലിയ മാർക്കറ്റ്, യൂറോപ്യൻ കൺട്രിയിലൊക്കെ വലിയ സെയിൽസ് ഉള്ള സാധനമാണ്. ഇത് ജക്കാർഡ് തറിയിൽ നെയ്യുന്നതാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ 265 ഈ അരയന്നങ്ങളാണ്. ഡയമണ്ട് ഷേപ്പാണ്. ഒരച്ചും ഇല്ലാതെയാണ് അദ്ദേഹം ചെയ്തത്. എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 പ്രാവശ്യം ദേശീയ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ്. 3 മാസം എടുത്ത് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം തന്നെ കൈ കൊണ്ട് നെയ്തെടുത്ത മറ്റൊരു സുന്ദരമായിട്ടുള്ള സാരിയാണിത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. ഇത് താമര ഡിസൈൻ. അകവും പുറവും വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകത 2 സൈഡ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് ബാലരാമപുരം കൈത്തറിയുടെ
മറ്റ് ഒരിടത്തും ഇത് ഉണ്ടാവില്ല, വൺ സൈഡേ കാണുള്ളൂ. നമുക്ക് ഇത് ഏകദേശം 10-15 ദിവസത്തോളം എടുത്താണ് നെയ്ത്. ഇത്തരം പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബാലരാമപുരം കൈത്തറിക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഒറിജിനൽ ആയിട്ടുള്ള ഈ ഒരു ബാലരാമപുരം കൈത്തറി ഇങ്ങനെ വിയർ ചെയ്യുമ്പോൾ നമുക്കും ആ ഒരു പ്രൗഡ് ഫീൽ ഉണ്ടാവും. ഇത്രയും ഗംഭീരമായിട്ടുള്ള കലാസൃഷ്ടികൾക്ക് പിന്നിലുള്ള ആ നെയ്ത്തുകാരെയും അവരുടെ നെയ്ത്തുശാലയും വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. ഇത് ശരിക്കും പുരാതനമായിട്ടുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ചെയ്യുന്ന വിദഗ്ധരായിട്ടുള്ള ഈ നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് ഇതൊന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. നമ്മൾ നേരത്തെ കണ്ടില്ലേ താമരയുടെ ഡിസൈനുള്ള സാരിയൊക്കെ, അതൊക്കെ ഈ ചേട്ടനാട്ടോ നെയ്തത്. നൂലിൽ കോർത്തെടുത്ത തുണികൾ മാത്രമല്ല, ചരിത്രത്തെയും സംസ്കാരത്തെയും അർപ്പണബോധത്തെയും നെയ്തെടുത്ത തലമുറകളായി കൈമാറിയ ഒരു കലയായ ബാലരാമപുരം കൈത്തറിയുടെ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. തന്നെയാണ് കൈത്തറിയുടെ. പിന്നെ 2002 അവാർഡ് ഉള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് മുകളിലോട്ടൊക്കെ പോയി അങ്ങനെ കുറേ അവാർഡുകളും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 5ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ നെയ്ത്തിലേക്ക് അച്ഛൻ്റെ പാരമ്പര്യമാണ് ഞാൻ ഇങ്ങനെ വന്നത്. അച്ഛൻ്റെ കൂടെയാണ് ഇങ്ങനെ വന്ന് നെയ്ത്ത് ആയിരുന്നത്. അച്ഛൻ്റെ കൂടെയാണ്, അങ്ങനെ അച്ഛൻ്റെ കൂടെ നെയ്ത് എന്നാണ്. പക്ഷേ അപ്പോഴേ തന്നെ ഈ വർക്കുകളെല്ലാം അറിയാം. ഇത് പാരമ്പര്യമായിട്ടുള്ള നെയ്ത്താണ്. ഇത് ഇനി എല്ലാം തീർന്നു. ഇതെല്ലാം ഇവിടെ ഇത്തിരി ഈ അവിടെ 5, ഇവിടെ 1, ഇവിടെ 5, അവിടെ മുകളിൽ 1 കിടന്നു. ഇത്രയും പാരമ്പര്യമായിട്ട് ഇതാണ് ആദ്യത്തെ. ഇത് യഥാർത്ഥത്തിൽ മഹാരാജാവ് മാർത്താണ്ഡ മഹാരാജ അവരൊക്കെ തമിഴ്നാട്ടിന് 450 വർഷത്തേക്ക് മുമ്പേ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം ഒരു തോർത്ത് ചെയ്ത് അത് ചുറ്റി തോർത്ത് ചെയ്ത് ഇതൊക്കെ ഇതിൻ്റെ പാരമ്പര്യമാണ്. ഇങ്ങനെ നെയ്താണ്. അടുത്ത് ഇത് തന്നെ നമ്മൾ മേശയിലായിട്ടിട്ടത് ഇട്ട് അടുത്താണ് പൈസ ഉള്ളവർ ഇത് പിന്നെ ഇതിൻ്റെ നൂല് കനം ഇത് 100 40 തൊട്ട് 20 തൊട്ട് 60 80 ഇത് 100 ഇപ്പം. ഇതിൻ്റെ പാരമ്പര്യമായിട്ട് വന്ന് നെയ്താണ്. അടുത്ത് ഇതിൽ തുണി തച്ച് അടുത്ത 100ാം നമ്പർ 80ാം നമ്പർ ആയപ്പം തുണി തച്ച് ഇടാൻ തുടങ്ങി. അപ്പോൾ പണക്കാർ രൂപ ഉടുപ്പിടാൻ തുടങ്ങി. ഇതുവരെയുള്ള ഇത് ചുറ്റിക്കെട്ടില്ല. ഇവിടെ 2 സ്വർണ്ണ പത്രസ് വയ്ക്കും. ഇവിടെ മാത്രമേ ഈ രൂപ ഉടുപ്പ് കാണുന്നില്ല. ഈ 2 സ്വർണ്ണ പട്ടണസ് വെച്ചിട്ട് പൈസ ഇതാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പം നല്ല വെണ്മയും നല്ല സുഖമാണ്. ഇത് ഏതാണ്ട് പരുത്തി പഞ്ഞിയാണ്, പരുത്തിയുടെ പഞ്ഞിയാണ്. അച്ഛൻ്റെ കാലമൊക്കെ തൊട്ട് അത് മുതൽ ഞാൻ ഇങ്ങനെ പെയ്യോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴേ ഇവിടെ വരെ എത്തി. ഇനി പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു പരുത്തി നൂലിന് അതിന്റെ തനതായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് നിറവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഘടനയാണുള്ളത്. 2002 അവാർഡ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ട് 100 പേരെ തിരഞ്ഞെടുത്ത് അതിൽ ഞാൻ വന്ന് ഈ ഒരു അവാർഡിന് അദ്ദേഹത്തിന് അർഹനാക്കിയത് മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അദ്ദേഹം നെയ്തെടുത്ത ഈ ഒരു രൂപമാണ്. അദ്ദേഹം വരപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് തേക്കിന്റെ തടി കൊണ്ടുള്ള ഒരു പലക അതിനകത്ത് അത് കൊത്തിയെടുത്തു. ആ അച്ചു വെച്ചിട്ടാണ് ആ ഒരു നെയ്ത്ത് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത്. ഒത്തിരി കഷ്ടപ്പാടുകളുടെ ഒടുവിലാണ് അത് ചെയ്യാനായിട്ട് സാധിച്ചത് എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറയുകയുണ്ടായി. അത് ചുരുക്കും വീണ്ടും എടുക്കും എല്ലാം കൈകൊണ്ടാണ് ചെയ്തത്, വരപ്പല്ല. അത്രയും റെസ്റ്റെടുത്തത് സത്യമായിട്ടും ഇതുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രിയായി സാരി ഇവിടെ നെയ്ത്തു തുടങ്ങി. ഇദ്ദേഹമാണ് ചെയ്തത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം നെയ്ത് നൽകിയതിന്റെ ഒരു രൂപമാണിത്. ആക്ച്വലി ഇതിനകത്ത് ഗംഗാ നദി ഒഴുകുന്നതും നന്ദിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഫൈനൽ രൂപം എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഒരേ പ്രായവും ഒരുമിച്ച് കൂലി ചെയ്ത് ഒരുമിച്ചുള്ള എല്ലാ ജീവിതവും ഇവിടം വരെ ഇതുവരെ നിൽക്കുകയാണ് ഇത്രയും കാലം. ഒരു ബാലരാമപുരം കൈത്തറി തുണി ഉണ്ടാകുന്നത് സ്നേഹത്തിന്റെയും അധ്വാനത്തിന്റെയും നൂറ്റാണ്ടുകളായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാതെ തുടരുന്ന സൂക്ഷ്മമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന നൂലും കസവും ഈ തറയിൽ ഇങ്ങനെ നെയ്യുന്നില്ലേ, ഇതല്ല ആക്ച്വലി ഇതിന്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. ഉയർന്ന ക്വാളിറ്റിയിലുള്ള കോട്ടൺ നൂല് സെലക്ട് ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്.
നൂല് നൂൽക്കുകയും അതിൽ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം പോലുള്ള നാച്ചുറൽ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യും. അങ്ങനെ നൂലിന്റെ ശക്തി കൂടും. പിന്നെ വാർപ്പിംഗ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽ നൂലും കൃത്യമായ നീളത്തിനനുസരിച്ച് ക്രമീകരിക്കും. അങ്ങനെ തുണിയുടെ കൃത്യതയും തുല്യതയും അഖണ്ഡതയും ഒക്കെ ഉറപ്പിക്കും. എന്നിട്ടാണ് ഇതുപോലുള്ള തറികളിലേക്ക് നൂല് എത്തുക. ഈ ഓരോ പ്രക്രിയയ്ക്കും അസാമാന്യമായിട്ടുള്ള വൈദഗ്ധ്യവും ക്ഷമയും അത്യാവശ്യമാണ്. ചേട്ടൻ ഇപ്പൊ നമുക്ക് എടുത്തു തന്നതാണ് ഈ ഒരു കമ്പ് പോലുള്ള, അതിനെയാണ് ചീളി എന്ന് പറയുന്നത്. ഇത് മുള കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നൂലുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു അകലം നിലനിർത്താനും നൂലുകൾ തമ്മിൽ കുടുങ്ങി പോവാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. നിലവിൽ ചില സ്ഥലത്തൊക്കെ ഇതിന് മെറ്റൽ കൊണ്ടുള്ള റീപ്ലേസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്ന സ്വർണ്ണ നൂലാണല്ലോ. അപ്പൊ ഇവര് പരമ്പരാഗതമായിട്ട് ഇതിനോടൊപ്പം മറ്റ് മെറ്റൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഇവര് മുള കൊണ്ടുള്ള ചീളിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തന്നത്. അത് ഇത് മുളയാണ്. ഒറിജിനൽ കസവ് എന്ന് പറയുന്നത് വെള്ളി നൂലിൽ സ്വർണം പൂശിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ തൊടുമ്പോ തന്നെ ആ ഒരു തണുപ്പ്, സ്വർണത്തിന്റെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. അത് ശരിക്കും സ്വർണത്തിൽ ഇങ്ങനെ തൊടുന്ന പോലെ സ്വർണ്ണ നൂല് സ്വർണ്ണമാണ്. അതുകൊണ്ട് തന്നെയാണ് നെയ്യുമ്പോ ഇങ്ങനെ ബാക്കി വരുന്നതും ആയിട്ടുള്ള നൂലുകൾ അവരിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. എന്തിനാന്ന് വെച്ചാലേ തട്ടാൻ്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ പൈസ എടുത്ത് നമുക്കും കിട്ടും. ഒരു അണുവിട പോലും തെറ്റാതെയുള്ളവരുടെ സൂക്ഷ്മതയും അർപ്പണബോധവും നമ്മൾ നമിച്ചേ പറ്റത്തുള്ളൂ. ഇതാണ് കസവ് നെയ്യുന്ന നൂല് കേട്ടോ, സ്വർണ്ണ നൂല്. ഇത് ഒറിജിനൽ ആണ്. ഇപ്പൊ ഈ തരുന്നത് ലോക്കൽ നൂലാണേ. ഇത് 850 രൂപ, ഇത് 30,000 രൂപ. ഓ 4,850. 850. ഇതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തന്നെ. ഒറിജിനൽ നൂലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ അത് നിന്ന് ചുരുളും, മീൻസ് ഒരു കറങ്ങുന്ന പോലെ. അല്ല ലോക്കൽ നൂലാണെങ്കിൽ നമ്മളിങ്ങനെ നിവർത്തി പിടിക്കുമ്പോഴത്തേക്കും അത് അനങ്ങത്തേയില്ല, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇതിനൊക്കെ നടത്തി കൊണ്ടുപോകാൻ എനിക്ക് കൊതിയുണ്ട് ഇനി വയസ്സാലത്ത്. ഒരു നെയ്ത്തുകാരന്റെ അർപ്പണബോധം വലുതാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. ആക്ച്വലി ഈ തറകളിലെല്ലാം നെയ്ത്തുകാരുള്ളതാണ്. നമ്മൾ എത്തിയപ്പോൾ അവരുടെ ലഞ്ച് ടൈം ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അച്ച് വെച്ചിട്ട് ഡിസൈൻ ഇങ്ങനെ നെയ്തെടുക്കുന്ന ടൈപ്പാണേ. താഴെ ഇത് എടുത്ത ഒരെണ്ണ, അത് കഴിഞ്ഞ് വലുത്. ഇത് 5 ഇഞ്ച് വിളുമ്പ് അവർക്ക് ഇത്രയും വേണം. ബോർഡർ 5 ഇഞ്ച് വിളുമ്പെന്ന് പറഞ്ഞാൽ ബോർഡറാണ്. ഇവിടെ 7 ഇഞ്ച് കരയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇപ്പം എടുക്കാൻ വെക്കില്ല. ഇതിനെ എടുത്ത് കാണിച്ചു തരാം. എത്ര സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട കാര്യമാണെന്നൊന്ന് നോക്കിക്കേ. ഇതാ നമ്മൾ നെയ്യണത് ഇങ്ങനെ, ഇങ്ങനെ. അടുത്ത് ഇത് ഡിസൈൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ. ഇതിൻ്റെ 4 ഇവിടെയുണ്ട്, കാലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൈ കൊണ്ടാണ് എടുക്കണത്. ഓ, ഈ പടത്തിന്റെ അച്ച് ഉള്ളതനുസരിച്ച് ഈ നൂല് കൈ കൊണ്ടെടുത്ത് അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതില് വെള്ള വെള്ളം പിടിക്കാൻ പാടില്ല, എങ്കിലേ ഇത് ഫേസ് വരണം. കുറച്ച് സമയം ഈ ഒരു പ്രോസസ്സ് കണ്ടു നിന്നപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുവാണ് എത്ര ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ കൊണ്ടൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അടുത്ത് ഇത് ആദ്യത്തെ ചവിട്ട് ഇതാണ്, അടുത്ത് ഇതാണ് ചവിട്ടേണ്ടത്. എന്താ ഇത് എടുക്കണമെങ്കിൽ ഈ നെയ്ത്തുകാരെല്ലാം തന്നെ ശരിക്കും കലാകാരന്മാരാണ് അല്ലെ. ഇവരുടെ ഉള്ളിൽ അത്രയ്ക്ക് വലിയൊരു ഊർജ്ജമുണ്ട്. ഓരോ തുണിയിലും കാണുന്ന ഈ സങ്കീർണമായിട്ടുള്ള പാറ്റേണുകൾ എന്ന് വെച്ചാൽ ഇവരുടെ അചഞ്ചലമായിട്ടുള്ള പരിശ്രമവും പൈതൃകം സംരക്ഷിക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയുടെയും ഒരു തെളിവാണ്. ഇതാണ് ഓടം. നമ്മൾ നേരത്തെ നെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരം കുഴികളിലാണ് കേട്ടോ നെയ്ത്തുകാർ ഇരിക്കുന്നത്. അതിനൊരു പ്രത്യേക ശൈലിയും വഴക്കവും ഒക്കെ വേണം. എന്നാൽ മാത്രമേ അതിനകത്തിരുന്ന് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. തുണിയുടെ 2 വശത്തും ഒരുപോലെ ഡിസൈൻ നെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഡിസൈനിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു സാരി പൂർത്തിയാക്കാൻ ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വരെ എടുക്കാം. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ കഠിനാധ്വാനത്തിന് പലപ്പോഴും മതിയായിട്ടുള്ള കൂലി പോലും ലഭിക്കാറില്ല. എന്നിരുന്നാലും അവരുടെ ഒരു പാരമ്പര്യം നിലനിർത്തുക, അതിലവർ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്നവരാണ്. സിനിമ സീരിയൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില സെലിബ്രിറ്റീസിനൊക്കെ ഇവരുടെ നെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്ത്? ഷീന.
എത്ര വർഷമായി ചേച്ചി? 20 വർഷമായി. അടുത്ത തലമുറ ഇതൊന്നും ഏറ്റെടുക്കില്ലല്ലോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവർക്കെല്ലാം തന്നെ ഉള്ളത്. ആരും വേണം, എല്ലാം ഡിഗ്രിയും അങ്ങോട്ടേക്ക് എഞ്ചിനീയറിംഗും പഠിച്ചു. ഇപ്പൊ പഠിത്തത്തിലേക്ക് മാത്രമാണ് ഇങ്ങനെ. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ കൈത്തൊഴിലിനില്ല, പിന്നെ ആരുമില്ല. ഈ ഒരു ആശങ്കയ്ക്ക് ഒരു ഉത്തരം നൽകാനായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ കമ്പനിക്ക് സാധിക്കുമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളായിക്കോട്ടെ, നമ്മുടെ കൊച്ചനുജനായിരുന്നാലും അനിയത്തിയായിരുന്നാലും അവർ പഠനത്തോടൊപ്പം തൊഴിൽ. മിനിസ്റ്റർ പറഞ്ഞതും ഒരു വീട് ഒരു ലൂപ്പ്, ഒരു വീട്ടിൽ ഒരു തറി, അത് കണക്കാക്കി വേണം ചെയ്യാൻ. എന്നാലേ എല്ലാ പേർക്കും തൊഴിലാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയ നമുക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 45 ദിവസത്തെ ഇവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്ക് പഠനം കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ നെയ്ത് കഴിഞ്ഞാൽ അവരെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് ഇതിൽ കിട്ടും. അത് നെയ്തിട്ട് അവർ മാർക്കറ്റ് ചെയ്യാൻ കൊണ്ട് നടക്കേണ്ട, നമുക്ക് തന്നെ ഈ നമ്മുടെ കമ്പനിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. പുളിയിലക്കരയാണെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം, ഈ കാണുന്ന പോലെ 10 ഇഞ്ചിന്റെ കസവാണെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും ഏത് ഡിസൈൻ ആണെങ്കിലും ഇവിടുത്തെ നെയ്ത്തുകാർ നിങ്ങൾക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു തന്നിരിക്കും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന നെയ്ത്തുകാരുടെ ആ ഒരു നേർചിത്രം, ബാലരാമപുരം കൈത്തറി, ഒറിജിനൽ ബാലരാമപുരം കൈത്തറി എവിടെ കിട്ടും, ഇതൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ചെയ്തതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഒക്കെ നിങ്ങൾ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് ഇത്തരം പ്രോഡക്ട്സുകൾ വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങൾക്കും അതിലൊരു പങ്കാളിയാവാനായിട്ട് അവസരമുണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമേ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.